അങ്ങനത്തെ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് കൂന്തൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. എന്നിട്ട് അതിലേക്ക് അത് നന്നായിട്ട് ചെറുതായി അരിഞ്ഞെടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് 2 പച്ചമുളകും കൂടി കീറിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോഴേക്കും ഞാൻ എന്താ ഒരു 3-4 വലിയ സവാള എടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് വഴറ്റുവാണേ. നന്നായിട്ട് വഴറ്റി നല്ല ബ്രൗൺ ആവുന്നത് വരെ വഴറ്റണം കേട്ടോ. എന്നാലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്ത് ഇവിടെ ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ റൈസ് കുക്കറിൻ്റെ അതേ ഒരു എന്താ പറയുക പ്രവർത്തനമാണ് ഇതിലും. നമ്മൾ നന്നായിട്ട് അരി തിളച്ചതിന് ശേഷം അതുപോലൊരു വലിയൊരു മുരിപ്പാത്രം കൊണ്ട് അങ്ങ് അടച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്ത് അങ്ങോട്ട് വെച്ചാൽ കറിയുടെ പരിപാടികളൊക്കെ കഴിയുമ്പോഴേക്കും അവിടെ നമ്മൾ ചോറ് നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഒന്നുകൂടി തിളപ്പിച്ചതിന് ശേഷം വേണം അത് അടയ്ക്കാനായിട്ട്. അപ്പോഴേക്കും ഞാൻ ഇവിടെ നമ്മുടെ കൂന്തൽ റോസ്റ്റിനുള്ള മസാലാസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഞാനെന്നാൽ ബീഫ് പുലർത്ത് മസാലയുണ്ട്, അതാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ അതും നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ലേശം മല്ലിപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. ഇത് ഈ സവാളയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുത്തു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ കൂന്തൽ വേവിച്ചത്. അപ്പോൾ നമ്മളതിലേക്ക് എന്താ പറയുക, നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഞാൻ അതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കൂന്തൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൽ റോസ്റ്റാണ് കേട്ടോ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് ഇതാ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കൂന്തൽ വേവിച്ചത് നന്നായിട്ട് നല്ല വേവുണ്ട് കേട്ടോ കൂന്തലിന്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വേവിച്ച് വെച്ചിരുന്നതാണ്. അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് ഒന്നുകൂടി ഒന്ന് മസാലയൊക്കെ ഈ കൂന്തലിലേക്ക് ഒന്ന് പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളതൊന്ന് മൂടി വെച്ച് കൂടി ഒന്ന് വേവിക്കണം കേട്ടോ. അപ്പോൾ ഒരു അല്പം വെള്ളം കുറവാണെങ്കിൽ വെള്ളമൊക്കെ ഒരിത്തിരി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചതാണ് കേട്ടോ നമ്മുടെ ഈ കൂന്തൽ റോസ്റ്റ്. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിന് ഇതാണ് കേട്ടോ കറി. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ ഓഫീസിലോട്ടും എന്താ പറയുക ഡിന്നറിന് വേണ്ടിയിട്ടും കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.